ബിഗ് ബോസ് മലയാളം സീസൺ 6 വർണ്ണാഭമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇക്കുറി ബിഗ് ബോസ് വീട് ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ആ വാക്കൊക്കെ വളരെ പരിമിതമാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ. അതെ, മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്തത്ര വിസ്തൃതിയുള്ള മനോഹരമായ, അതെ അത്രമാത്രം അട്രാക്റ്റീവായ ഒരു വീടാണ് ഇക്കുറി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ആ വീട്ടിനുള്ളിൽ നാം ലാലേട്ടനെ കാണുകയാണ്. താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള അതിവിസ്തൃതിയേറിയ ഒരു ബെഡിൽ ലാലേട്ടൻ മലർന്നു കിടക്കുകയാണ്. പിന്നീട് ആ വീടിന്റെ വിവിധ ദൃശ്യങ്ങൾ പതിവ് പോലെ ലാലേട്ടൻ നടന്ന് കാണിക്കുകയാണ്. ആരുടെയും കണ്ണഞ്ചിക്കുന്ന കാഴ്ചകൾ. ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്ഥലം വെറുതെ ഒന്ന് നോക്കിക്കാണാനെങ്കിലും അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഏതും മനുഷ്യനും ആഗ്രഹിച്ചു പോകും. അത്രമാത്രം മനോഹരമാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കുവാൻ കഴിയില്ല. അത്ര ഗംഭീരമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 വീട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വീടൊക്കെ ലാലേട്ടൻ കണ്ടു, മനോഹരമാണ്. ലാലേട്ടന് തന്നെ അത്ഭുതകരമായി തോന്നുന്ന രീതിയിലാണ് താൻ കാര്യങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത്. എന്നിട്ടൊടുവിൽ ബിഗ് ബോസിനോട് ലാലേട്ടൻ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറയുകയാണ്: ബിഗ് ബോസ്, ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് ഇക്കുറി ഈ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ടാകുമെന്നാണ്. അത് ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, തീർച്ചയായിട്ടും അതവിടെയുണ്ട്, അത് നിങ്ങളെ കാണിക്കും. തുടർന്ന് വെളിപ്പെടുന്നത് ആ ബെഡ്റൂമുകളാണ്. വളരെ മനോഹരമായ ബെഡ്റൂമുകൾ. എന്നാൽ അതിൽ 3 ചെറുതും 1 വലുതുമാണ്. വലിയ ബെഡ്റൂം പവർ റൂം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് പാർക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക പവറുകൾ ഉണ്ടത്രേ. അതെ, നോമിനേഷനിലേക്കുള്ള പവർ, കുക്കിങ്ങിന് വേണ്ടിയുള്ള പവർ, അങ്ങനെ പലതരം അധികാരങ്ങളാൽ നിറയപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂം. എന്നാൽ പിന്നീടുള്ള 3 റൂമുകൾ അങ്ങനെ അധികാരങ്ങളൊന്നുമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി താരതമ്യേന ചെറുതായ വീട്. ലാലേട്ടൻ പറയുന്നു, ഇത് വളരെ കുടുസുമുറികളാണല്ലോ. അതുകൊണ്ട് തന്നെ 1ാമത്തെ റൂമിന് ലാലേട്ടൻ ഡെൻ എന്ന് പേരിട്ടു. 2ാമത്തെ റൂമിന് നെസ്റ്റ്, അതെ ഒരു കൊച്ചു കിളിക്കൂട് പോലെയാണല്ലോ എന്ന് പറഞ്ഞാണ് അത് അവതരിപ്പിക്കുന്നത്. 3ാമത്തേത് ഒരു ടണൽ പോലെ, അതുകൊണ്ട് ടണൽ റൂം എന്നും പേരിട്ടു. 4ാമത്തേതാണ് വലിയ റൂം, പവർ റൂം. എന്നിട്ട് ലാലേട്ടൻ മറ്റൊരു സൂചന കൂടി നൽകുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ കണ്ട ബിഗ് ബോസിൽ എല്ലാ ബെഡ്റൂമുകളും ഒന്നായിരുന്നു. സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും പകയും പിണക്കവും ഇതെല്ലാം ആ ഒരു ബെഡ്റൂമിനകത്തായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഒരാൾ കരയുമ്പോൾ മറ്റൊരാൾ അത് കണ്ട് രസിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങനെയല്ല, ഓരോരോ റൂമുകൾക്കകത്തായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള റൂമിലുള്ള പല വ്യക്തികളും ഇതൊന്നും അറിയാനും സാധ്യതയില്ല. പല പ്ലാനുകളും പല പദ്ധതികളും ഈ റൂമുകൾക്കകത്തായിരിക്കും രൂപപ്പെട്ടു വരിക. ഇത് അപ്പുറത്തുള്ളവർ മനസ്സിലാക്കില്ല. എന്നാൽ പ്രേക്ഷകരായി നമുക്ക് ഇതെല്ലാം കൃത്യസമയത്ത് കാണാനും ആസ്വദിക്കുവാനും കഴിയുമത്രേ. എന്തായാലും ബിഗ് ബോസിന്റെ തുടക്കത്തിലെ കാഴ്ചകൾ തന്നെ പ്രേക്ഷക സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മറ്റുള്ള അപ്ഡേറ്റ്സുമായി ഒലു ക്രിയേഷൻ എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടായിരിക്കും.